ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ DentoChef. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു ചിക്കൻ സുർബിയാനാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന്. ഞാനിവിടെ റൈസിലേക്ക് ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 പീസ് പട്ട, 5 ഏലക്കായ, ഒരു തക്കോലം, പിന്നെ ഒരു 4 ഗ്രാമ്പൂ, ഒരു ഓറഞ്ചിൻ്റെ തൊലി. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ തൊലിയില്ല, ഓറഞ്ചിൻ്റെ ബ്ലോസം വാട്ടർ ഉണ്ടെങ്കിൽ അതും മതി. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ആവശ്യമുണ്ട്. പിന്നെ ഒരു 2 പീസ് ബേ ലീഫ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്കുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. ഇനി നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും പൊടികൾ ആവശ്യമുണ്ട്. 2 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക്. ഇത്രയാണ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. ഇത് കൂടാതെ മസാലയിലേക്ക് നമുക്ക് അല്പം മല്ലിയില ആവശ്യമുണ്ട്. ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില നമുക്കൊരു കൈയിലേക്കുള്ളത് കുറച്ച് മതി. ഇനി ഒരു തക്കാളി റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണോളം, 2 പച്ചമുളക് കീറിയത്, 1/4 കപ്പ് തൈര്, പിന്നെ ഒരു പൊട്ടറ്റോ കുറച്ച് വലിയ സൈസാക്കി മുറിച്ച് വെച്ചത്, പിന്നെ അരി. ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് 20 മിനിറ്റോളം കുതിർത്ത് വെച്ചാൽ മതി. 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതാണിത്. ഇനി കുറച്ച് വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് ഒരു പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ബാക്കി പകുതി നമുക്ക് ചോറിലേക്കും പിന്നെ മസാല ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന ഉള്ളിയുടെ വലിപ്പം ചെറുതാണെങ്കിൽ ഉള്ളിയുടെ നമ്പർ കൂട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര്, ഒരു ഏകദേശം 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. 4 ടേബിൾ സ്പൂൺ നിറയെ എടുത്താൽ നമുക്കൊരു ഏകദേശം 1/4 കപ്പ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളും അതുപോലെ ചിക്കൻ സ്റ്റോക്കും ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരമുള്ള മസാലപ്പൊടികളും ചിക്കൻ സ്റ്റോക്കുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് മസാല നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് അല്പം മസാലപ്പൊടികൾ ആവശ്യമുണ്ട്. അത് ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതായിട്ട് തന്നെയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. കാരണം കുക്കറിൽ വിസിലടിയുമ്പം നമ്മൾ ചെറുതാക്കി മുറിക്കുകയാണെങ്കിൽ അത് ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാനിവിടെ ചോറ് തയ്യാറാക്കി എടുക്കുകയാണ്. ചോറ് ഞാനിവിടെ തിളപ്പിച്ചൂറ്റി എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളത്തിന് അളവൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, സ്പിൻ അനീസ്, പിന്നെ നമ്മുടെ ബേ ലീഫ്, ഡ്രൈ ലെമൺ,
ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 3 തൊലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഊറ്റിയിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയും ഡ്രൈ ലെമണും ഒന്ന് എടുത്ത് മാറ്റുകയാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ കുറച്ചുകൂടി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഞാൻ ഇതാ അപ്പോൾ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയം ആയപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും കുക്കറിൽ നിന്ന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് നീങ്ങാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച 2 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം മാത്രം മതി. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. കാണാനുള്ള വലിപ്പമേ ഉള്ളൂ. തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ളതാണെങ്കിൽ 1 മതി. കാരണം നമ്മൾ ഇതിലേക്കും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മസാലയിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുള്ള ചിക്കൻ അതിട്ട് കൊടുക്കണം. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഉണ്ടാവും, പക്ഷേ അത് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഒരുപാട് സമയം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഹാഫ് ഫ്രൈ ചെയ്ത ഒനിയനിൽ നിന്ന് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അതും നമുക്ക് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോസസ്സ് ദം ചെയ്യലാണ്. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ റൈസ് ഒന്ന് ജസ്റ്റ് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അല്പം നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് അല്പം മല്ലിയില. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ഫ്രൈഡ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രസ് ചെയ്യരുത് റൈസിനെ, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അതിൻ്റെ മുകളിൽ ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കളറിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രോൺ വാട്ടറോ അതും അല്ലെങ്കിൽ കളറോ യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ഡ്രൈ ഓനിയൻ ഇട്ട് കൊടുക്കാം. അപ്പോഴും ഞാനൊരു പിടിയോളം ഫ്രൈഡ് ഓണിയന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളെ നട്ട്സും ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയതല്ല, ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ തൊലി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഓറഞ്ചിൻ്റെ തൊലി ആദ്യം തന്നെ മാറ്റി കൊടുക്കണം. എന്നിട്ട് റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കി അതേ പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റിയിടുന്നത്. ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ പൊട്ടറ്റോസും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ആണ്. നല്ലൊരു ഫ്ലേവറാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Thank you.